പ്രിയപ്പെട്ട അടൂർ നിവാസികളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. അടൂരിൻ്റെ മണ്ണായ വടക്കേഴുത്തുകാവിൽ സീവേൾഡ് എക്സ്പോ 2025 ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മായക്കാഴ്ചകളിലേക്ക് പ്രിയപ്പെട്ട അടൂരുകാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ മായക്കാഴ്ചകളൊന്നും പരിചയപ്പെട്ടു വരാം. അപ്പോൾ നമ്മൾ സീവേൾഡ് എക്സ്പോയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ മാത്രമേ ഡൈനോസറിനെയൊക്കെ കണ്ടു കാണുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ ഡൈനോസറിനെ കാണാം. അതിമനോഹരമായ രീതിയിൽ ഡൈനോസറിനെയൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റിയ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ എക്സ്പോയുടെ ആദ്യത്തെ ആകർഷണീയത. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ജുറാസിക് പാർക്കിലെ വ്യത്യസ്തങ്ങളായ ഡൈനോസറുകളെയാണ് ഇപ്പോൾ മനോഹരമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. സൗണ്ടും എഫക്റ്റൊക്കെ കൃത്യമായി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലായി കാണപ്പെടുന്ന ഗരുഡൻ്റെ രൂപം, അങ്ങനെ ഗരുഡൻ ഇങ്ങനെ പറന്നു പോകുന്നതിൻ്റെ ഒരു രൂപം വ്യക്തമായ രീതിയിൽ അവർ ഈ എക്സ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാഴ്ചകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഡൈനോസറിൻ്റെ മേഖലയിൽ നമുക്ക് വിശാലമായ ഒരിടത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ വളരെയധികം സന്തോഷകരവും ആഹ്ലാദകരമായ ഒരു നിമിഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇവിടെ കാണപ്പെടുന്നത്, എൻ്റെ ഒപ്പം നിൽക്കുന്നത് റോബോട്ടിക് നായാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇത് റോബോട്ടിക് നായുമായി കളിക്കുവാനും അതുമായി രസിക്കുവാനും ഒക്കെ പറ്റിയ വിശാലമായ ഇടമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട വാർത്ത 24 പ്രേക്ഷകർക്കായി കുഞ്ഞുനായ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ കണ്ടോ, നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, നമ്മളോടൊപ്പം കളിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓടി വരുന്ന നായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷകരമായ രീതിയിൽ ഈയുള്ള നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരിടം തന്നെയാണ് ഈ റോബോട്ടിക് നായ ഒരുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ വളരെ സൗഹൃദത്തോടെ അടുത്തേക്ക് വരുന്ന ദൃശ്യം കാണാം. അതിനെ തൊട്ട് നോക്കാം. ഒരു ലവ് കാണിച്ചിട്ട അപ്പോൾ കണ്ടോ, നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ കാണിക്കും. അത്തരത്തിൽ ഒന്ന് ചാടിയിടാ, കണ്ടോ, ചാടാൻ പറഞ്ഞാൽ ചാടും. ഒന്ന് ചാടാ, കണ്ടോ. അപ്പം കൊച്ചു കുട്ടികൾക്ക് തീർച്ചയായും ഇവനുമായി കളിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ്. ഇവിടെ വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകർ ഈ എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കുട്ടികൾക്ക് വളരെ സന്തോഷത്തിലാണ്. മോളെ ഞാൻ അടുത്ത് വന്നേ, ആ മോക്കൊരു ഹായ് കൊടുത്തേ. ഒരു ഹായ് പറ, ഒരു ഹായ് കൊടുത്തേ. കണ്ടോ. അപ്പം കണ്ടോ, കുഞ്ഞു കുട്ടികളുമായി പോകുന്ന കുഞ്ഞൻ നായ, റോബോട്ടിക് നായയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എക്സ്പോയുടെ ഏറ്റവും വലിയ ഒരു ആകർഷണീയത തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഈ സുവർണ്ണ അവസരം അടൂരിൻ്റെ ആളുകൾ ഉപയോഗപ്പെടുത്തണം. കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ കൊച്ചുകുട്ടികൾക്ക് സന്തോഷം പകരുന്ന നിമിഷം തന്നെയായിരിക്കും ഈ റോബോട്ടിക് നായയോടൊപ്പം ഉള്ളതെന്ന് വാർത്ത 24 പ്രേക്ഷകരോടെ ഞങ്ങൾ പറയുകയാണ്. ഈ എക്സ്പോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത ഒന്നാണ് ഈ എൻ്റെ തൊട്ടു പിറകിൽ കാണുന്ന 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഷോ. അപ്പോൾ ഇത് കണ്ടിറങ്ങിയാണ് ഞാൻ വെളിയിലോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അകത്തേക്ക് നിരവധി ആളുകളാണ് പോകുന്നത്. കുട്ടികൾക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റിയ ഒരു എക്സ്പോ അല്ലെങ്കിൽ ഒരു ഷോ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഈ എക്സ്പോയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യുന്നതിലുപരി അവർക്ക് വ്യത്യസ്തങ്ങളായ രുചിഭൂവങ്ങൾ രുചിച്ചറിയാനും വളരെ വിലക്കുറവിൽ വീട്ടിൽ വേണ്ട ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാൻ ആവശ്യമായ നിരവധിയായ സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഫുഡിന് മാത്രമായി, ഐസ്ക്രീമിന് മാത്രമായി, അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ എൻ്റെ തൊട്ട് പിറകിൽ കാണുന്നത് വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ യഥേഷ്ടം വന്ന സാധനങ്ങൾ വില കുറിച്ച് വാങ്ങാൻ പറ്റിയ വിശാലമായ ഏരിയയാണ്. പ്രിയപ്പെട്ട അടൂരുകാരെ, നിങ്ങൾക്ക് സന്തോഷമായി കാണും, നിങ്ങളുടെ മനസ്സ് കുളിർത്തുകയാണ്. കാരണം അത്രയ്ക്ക് മനോഹരമായ ദൃശ്യങ്ങളും മനോഹരമായ കാഴ്ചകളും നിരവധിയായ എൻ്റർടൈൻമെൻറ്റുകളും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിൻ്റെ വെളിയിലേക്ക് കടക്കുമ്പോൾ നിരവധിയായ റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റൈഡുകളൊന്നും പ്രവർത്തനമാക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഈ റൈഡ് പ്രവർത്തനമാക്കുമെന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഈ എക്സ്പോ എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ വാർത്ത 24 പ്രതികരിച്ചത്. തീർച്ചയായും അടൂർ നിവാസികളായ ആളുകൾക്ക് കാണുവാനും സന്ദർശിക്കുവാനും ഈവനിങ് സമയം അല്ലെങ്കിൽ സായാഹ്നം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരിടം തന്നെയാണ് വടക്കെഴുത്തുകാവിൽ ഇതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ എക്സ്പോയിലേക്ക് കടന്നു വന്ന് ആസ്വദിക്കണമെന്ന് നിങ്ങളോട് എല്ലാ അടൂർ നിവാസികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ എൻട്രി ഫീസ് ഏകദേശം 100 രൂപ മാത്രമാണ്. അപ്പോൾ എല്ലാവിധമായ എൻ്റർടൈൻമെൻറ്റും ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് വടക്കെഴുത്തുകാവിലെ സീവേൾഡ് എക്സ്പോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വരണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വടക്കെഴുത്തുകാവിൽ നിന്നും ക്യാമറമാൻ സാദിഖിനും ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.